കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോപ്പ്, അയർലൻഡ്, USA and Canada. What is that? Maniku. You eat it here? Yeah, it's very nice. See this guys. ഞാൻ റോഡിൽ കൂടെ പോകുമ്പോ കണ്ടാണ് ഇവരെ കണ്ടില്ല. അങ്ങനെ വെൽക്കം ടു സെയിന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസ്. മോർണിംഗ് ഗൈസ്. ബാർബഡോസിൽ നിന്ന് രാവിലെ വിട പറഞ്ഞ് നമ്മൾ എങ്ങോട്ടാന്നല്ലേ? അയ്യോ കാറ്റാണല്ലോ ദൈവമേ. ഇന്നും വെതർ മോശമായി വരുന്നുണ്ട്. വെതർ മോശം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മോശമായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ പോകാൻ പോകുന്നത് സെയിൻറ്റ് വിൻസെൻറ്റ് ആൻഡ് ഗ്രനഡൈൻസ് എന്ന് പറഞ്ഞൊരു രാജ്യത്തേക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു രാജ്യം? സെയിൻറ്റ് വിൻസെൻറ്റ് ആൻഡ് ഗ്രനഡൈൻസ്. ഇവിടെ കുറേ രാജ്യങ്ങളുണ്ട്. സെയിൻറ്റ് ലൂഷ്യ, സെയിൻറ്റ് വിൻസെൻറ്റ്, സെയിൻറ്റ് കിറ്റ്സ്, അങ്ങനെ സെയിൻറ്റ് പേരുള്ള കുറേ രാജ്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നു സെയിൻറ്റ് വിൻസെൻറ്റ് ആൻഡ് ഗ്രനഡൈൻസ് എന്ന് പറയുന്ന നമ്മളുടെ അടുത്ത രാജ്യത്തേക്ക്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ഏത് ഫ്ലൈറ്റിലാണെന്നറിയാമോ? വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ എയർബസ് 330 വിമാനം. അതായത് അത് ലണ്ടനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലണ്ടനിൽ നിന്ന് ഇവിടെ ബാർബഡോസിൽ വന്നിട്ട് ഇവിടെ നിന്ന് സെയിൻറ്റ് വിൻസെൻ്റ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോകുന്ന വിമാനമാണ്. നമുക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ എയർബസ് A330 വിമാനമാണത്. അപ്പോൾ ഗുഡ് ബൈ ഞാൻ താമസിച്ച Airbnb. കരീബിയനിൽ വന്ന് പട്ടിണി കടന്ന് മെലിയെന്ന് വിചാരിച്ച് ഞാനുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഇപ്പം മിക്കവാറും എൻ്റെ 2 കിലോ കൂടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, ഇന്ത്യൻ ഫുഡ്. പിന്നെ ഈ പറഞ്ഞാൽ എവിടെ പോയാലും ഒരു ഫുഡിന് ഒരു കുറവില്ല. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡാണ് ഇവിടെ എല്ലാം. മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല കേസ്. ഡയറ്റ് ആണെങ്കിൽ ഇനി ഞാൻ പട്ടിണി തന്നെ കിടക്കേണ്ടി വരും. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടേക്കുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. കാരണം ഇവിടെ എല്ലാം അത്യാവശ്യം ഒബീസിറ്റി ഉള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? മിക്ക ആൾക്കാരും സാധാരണ പൊതുവെ നമ്മൾ കാണുന്ന ആഫ്രിക്കൻസിനെ പോലെ അല്ല. കാരണം ആഫ്രിക്കൻസൊക്കെ പൊതുവെ യൂഷ്വലി ഫിറ്റായിട്ടുള്ള ആൾക്കാരല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ഒബിസിറ്റി ഉള്ള ധാരാളം ആൾക്കാരെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഐലൻഡുകളിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ പറ്റും. പക്ഷേ എൻ്റെ പൊന്നെ ആ സ്ഥലം നോക്കി അടിപൊളി. ഇന്ന് മിക്കവാറും കാറ്റും മഴയൊക്കെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആ കാണുന്ന സ്ഥലം കണ്ടോ? എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ റൺവേ ആണ് അവിടെ. ഇതിൻ്റെ തൊട്ട് പുറകിലാണ് ഞാൻ താമസിച്ചിരുന്നത്. നമ്മൾ ഇതുവരെ കണ്ട കരീബിയൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അതിൽ നിന്നൊക്കെ വലിയ റൺവേ ഉള്ള ഒരു എയർപോർട്ടാണ് ഇത്. അതുകൊണ്ടാണ് ഇവിടെ വലിയ വിമാനങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്നത്. എനിക്ക് ശരിക്കും വളരെ എളുപ്പം എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാനേ ഉള്ളൂ. പക്ഷെ ഞാനൊന്ന് എയർപോർട്ടൊന്ന് ചുറ്റിക്കറങ്ങി, റൺവേ മൊത്തം ചുറ്റിക്കറങ്ങി പോകാൻ തീരുമാനിച്ച് ഞാൻ ഈ ഭാഗത്തൂടെ പോവാണ്. ഞാനൊന്ന് വളഞ്ഞ വഴി മൂക്കെ പിടിക്കാൻ നോക്കിയതാണേ. നോക്കിയപ്പോഴത്തേക്കിനും ഞാനിവിടെ ചെന്നപ്പോഴത്തേക്കിനും ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേനും അവിടെ തോക്കും പിടിച്ച് പട്ടാളം നിൽക്കുന്നത്. പിന്നെയാണെങ്കിൽ മനസ്സിലായി ഇതെന്തോ ഗൺ പ്രോസസ്സിങ് അല്ല ഗൺ മേക്കിംഗ് ഫാക്ടറിയോ അങ്ങനെ എന്തോ സംഭവം. ഒരു പട്ടാളത്തിൻ്റെ ഫാക്ടറി. അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് കാണിച്ചൊരു വഴി കൂടെ ഞാൻ പോകാൻ നോക്കിയതാണ്. പെട്ട് രാവിലെ തിരിച്ചിനി പോകണം. തിരിച്ച് പോയിട്ട് എയർപോർട്ട് ചുറ്റിക്കറങ്ങി മര്യാദക്കുള്ള വഴി കൂടെ തന്നെ പോകണം. ഞാനങ്ങനെ ബാർബഡോസിലെ ഗ്രാൻലി ആദംസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ ഇവിടെ എൻ്റെ കാർ കൊണ്ട് പാർക്ക് ചെയ്തു. ഇത് നമ്മുടെ റെന്റ് കാർ കമ്പനികളുടെ റിസർവ്ഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ചാവി കൊണ്ട് അകത്ത് കൊടുക്കാം, നമുക്ക് പോവാം. അത്രേ ഉള്ള പരിപാടി. ഗുഡ് മോർണിംഗ്. ഇത് ശരിക്കും ഭയങ്കര വലിയ എയർപോർട്ടാട്ടോ. വലുതെന്ന് പറഞ്ഞാൽ ലിറ്ററലി വലുത്. എനിക്ക് തോന്നുന്നു കരീബിയൻ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ എയർപോർട്ട് ഇതായിരിക്കണം മിക്കവാറും. ഇത് കണ്ടോ? ഇവിടെ ഫുള്ള് ഹാവ് ഫൺ പാർട്ടി സെറ്റപ്പാണ്. എവിടെ നോക്കിയാലും ബാറാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഇമിഗ്രേഷൻ കൗണ്ടറുകളും സെക്യൂരിറ്റി ചെക്കും ഒക്കെ മാത്രമാണ് അകത്ത്. ബാക്കി ചെക്ക് ഇൻ കൗണ്ടറുകളും ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലമെല്ലാം ഇങ്ങനെ ഈ പുറത്ത് ഓപ്പൺ എയർ സ്ഥലത്താണ്. അത് ശരിക്കും നല്ലൊരു കൺസെപ്റ്റാണ്. കാരണം ആളുകൾക്ക് വന്നിട്ട് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം. എയർപോർട്ടിനകത്ത് കയറിയിട്ട് ബാഗിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിറങ്ങണ്ട. അങ്ങനത്തെ പരിപാടികളൊക്കെ നല്ല സംഭവമല്ലേ അത്? അല്ലേ? ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുത്തി വരച്ചൊക്കെ വയ്ക്കാം. അടിപൊളി. അതായത് ഇവിടെ നമ്മൾ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഡിപ്പാർച്ചേഴ്സിൽ അകത്തോട്ട് കയറി പോകുന്നു. അങ്ങനെയാണ് പരിപാടി. വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ടാണ് വെർജിൻ അറ്റ്ലാന്റിക്കിൽ കയറാൻ പോകുന്നത്. അവിടെ തിരക്കാണ് ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് എന്തിനാണ് ഇപ്പോൾ അവിടത്തെ ക്യൂ നിൽക്കുന്നത്? ഇഷ്ടംപോലെ സമയമില്ലേ? സോ വി വിൽ വെയിറ്റ് ഔട്ട് സൈഡ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നത്. സോ എന്താ പറയുക, ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞ കാര്യമില്ല കഴിച്ചു. ഇവിടെ നിന്ന് ആകെ 25 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അങ്ങനെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ അവിടെ അകത്ത് കയറി വന്നപ്പോഴത്തേക്കിനും ഇവിടെ നിറച്ച് കടകൾ. ഡ്യൂട്ടി ഫ്രീ മാത്രമല്ല, ഇവിടെ മറ്റേ ഷോപ്പിങ്ങും സുവനീറും തുടങ്ങി അങ്ങനെയുള്ള പല പല പരിപാടികൾ. തുണികളാണ് ഏറ്റവും കൂടുതൽ. തുണിക്കടകൾ, ടോയ്സിൻ്റെ ഷോപ്പ്, ക്രിക്കറ്റ് ലെജൻഡ്സ് ഓഫ് ബാർബഡോസ്, ഇത് ജേഴ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ കുറേ ഹോട്ട് സോസ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഇവിടെ ഈ രാജ്യങ്ങളിലെല്ലാം ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സ്പൈസസ് ഇടില്ല, എരിവിടില്ല.
പകരം ഇവർ സോസ് വിൽക്കും. അങ്ങനെയാണ് ഇവരുടെ പരിപാടി. ഇവർ സോസ് എടുത്ത് പിന്നീട് ഉപയോഗിച്ച് ചേർക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പല ഫുഡിൻ്റെ സംഭവങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് മൗണ്ട് ഗേ സിംഗിൾ എസ്റ്റേറ്റ് സീരീസ് കണ്ടല്ലേ. മൗണ്ട് ഗേ ബാർബഡോസിൻ്റെ റം. ലോകത്ത് ആദ്യമായിട്ട് റം ഉണ്ടാക്കിയത് ഇവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതാണ്. ഇതാണ് അവരുടെ സാധനം. നല്ല വിലയുള്ള സാധനം കേട്ടോ. എല്ലാം $100 വിലയുണ്ട്. വില കുറഞ്ഞ റമ്മും ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതിലൊക്കെ $18 ഉള്ളൂ. ഈ റം കേക്കും ഈ കരീബിയൻ രാജ്യങ്ങളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് റം കേക്ക്. നമ്മൾ ബഹാമസ് മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു പിസ്സ ഷോപ്പ് ഉണ്ട്, ന്യൂയോർക്ക് പിസ്സ. ഇത് കണ്ടോ, ബാർബഡോസ് റം ഷോപ്പ് എന്നും പറഞ്ഞിട്ട്. എന്താല്ലേ, എന്തൊക്കെയല്ലേ. പക്ഷെ അത് ബർഗർ വിൽക്കുന്ന കടയാണ്. അവിടെ റമ്മും കിട്ടും. മൗണ്ട് ഗേയുടെ പരസ്യമുള്ള മറ്റൊരു ബാറ്. എയർപോർട്ടിനകത്ത് എവിടെ നോക്കിയാൽ, എയർപോർട്ടിലല്ല, അകത്തും പുറത്തും എല്ലായിടത്തും എവിടെ നോക്കിയാലും ബാറോട് ബാറാണ്. അങ്ങനെ ലണ്ടനിൽ നിന്നും 8 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ ഈ കുഞ്ഞ് ദ്വീപിലേക്ക് എത്തിയ 1 വർഷം മാത്രം പഴക്കമുള്ള വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ എയർബസ് A330-900 വിമാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് മഴയായിരുന്നു. അങ്ങനെ ആ വിമാനം അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. വെർജിൻ അറ്റ്ലാന്റിക് ശരിക്കും ഓസ്ട്രേലിയയിലും അതേപോലെ തന്നെ UK അങ്ങനെ പല സ്ഥലത്തുണ്ട് കേട്ടോ. UK-ന്ന് ലണ്ടനിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഫ്ലൈറ്റ്. നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങിയിട്ട് ഇപ്പോൾ ക്രൂ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് ഇവർ ക്രൂ കയറുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് 5th ഫ്രീഡം ഫ്ലൈറ്റ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. 5th ഫ്രീഡം ഫ്ലൈറ്റ്സ് എന്താണെന്നുള്ളത് അതിന് മുമ്പ് എമിറേറ്റ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്ത സമയത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 5th ഫ്രീഡം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർലൈൻസ് ഒരു രാജ്യത്തുനിന്ന് രണ്ടാമത്തെ ഒരു രാജ്യത്ത് പോയിട്ട് മൂന്നാമത്തെ രാജ്യത്തേക്ക് പോകും. എന്നിട്ട് അതേ റൂട്ടിൽ തിരിച്ചു പോകും. അതായത് ഈ ഫ്ലൈറ്റ് ഇപ്പം ലണ്ടനിൽ നിന്ന് ബാർബഡോസ് വന്നു, ഇവിടെ നിന്ന് ഇത് സെയിൻറ്റ് വിൻസെൻ്റ് പോവും. സെയിൻറ്റ് വിൻസെൻ്റ് നിന്ന് തിരിച്ച് ബാർബഡോസ് വന്നിട്ട് ലണ്ടനിലേക്ക് പോകും. അതാണ് 5th ഫ്രീഡം ഫ്ലൈറ്റ്. ഹായ്, താങ്ക് യു. അങ്ങനെ എയർബസ് 330-900 വിമാനം കേസ്. ഇത് കൊള്ളാട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ വെർജിൻ അറ്റ്ലാന്റിക്കിൽ കയറുന്നത്. അതിനകത്തുനിന്ന് ഫുഡ് കയറ്റുക ഇറക്കുകയോ എന്തൊക്കെയോ പരിപാടി. പക്ഷേ നമുക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ. ഫുഡൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ½ ആൻ അവർ. അങ്ങനെ ആദ്യത്തെ പാസഞ്ചറായിട്ട് തന്നെ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബ്രിട്ടീഷ് വിമാനമാണ് കേട്ടോ. ബ്രിട്ടീഷ് വിമാനം, ബ്രിട്ടീഷ് ഫ്ലാഗ് കാണാം. ബ്രിട്ടൻസ് ഫ്ലാഗ് കരിയറാണത്. ജോൺ ജെറ്റ്, അടിപൊളി. റോൾസ് റോയ്സിൻ്റെ എൻജിൻ. ബ്രിട്ടീഷ് വിമാനമാകുമ്പോൾ റോൾസ് റോയ്സിൻ്റെ എൻജിൻ ആവണമല്ലോ, കാരണം റോൾസ് റോയ്സ് ബ്രിട്ടീഷ് ആണല്ലോ. അടിപൊളി. എന്തോ വലുതാണ് എൻജിനൊക്കെ. എൻ്റെ അമ്മേ, ഇങ്ങനെ കറങ്ങുന്നതുണ്ടോ? Hi. How are you? Oh, good. How are you? Good, thank you. Just stand this out. Welcome on Thank board. you. Welcome. ഇത് പൊളിച്ച്. എൻ്റെ ദൈവമേ. ഇത് പ്രീമിയം എക്കണോമിയാണേ. നമ്മുടെ സീറ്റൊക്കെ പുറകിലാണ്. പക്ഷെ ഇത് ഭയങ്കര വലിയ വിമാനം കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. താഴെയൊക്കെ കച്ചറ അടവുണ്ട്. പക്ഷെ എന്നാലും റിയലി നൈസ്. ഇതാണ് എൻ്റെ സീറ്റ്. കിടിലൻ സ്ഥലം, കിടിലൻ സെറ്റപ്പ്. ഡിസ്പ്ലേ കണ്ടില്ലേ, നല്ല വലിയ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ. ഇത് പൊളിച്ചു കേട്ടോ. ഇത് തകർത്ത്. ഇതെന്താ സംഭവം, മൂവീസ് അത് ഇത് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ സീറ്റ് നല്ല സ്പേസ് ഉള്ള സീറ്റ്. ഇവിടെ നമുക്ക് പവർ പ്ലഗ് ഒക്കെ ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടി സെറ്റപ്പൊക്കെ ഉണ്ട്. നേരത്തെ പാസഞ്ചേഴ്സ് വെച്ചിരുന്ന ബ്ലാങ്കറ്റൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇതൊക്കെ ബാഗിലെടുത്തോണ്ട് ഇട്ടിട്ട് പോയാലും ആൾക്കാർ അറിയത്തില്ലല്ലോ, ചെറുതാണ്. ഇവർക്ക് ഇതിനകത്ത് മാഗസിൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. സീറ്റൊക്കെ കണ്ടോ, ഇത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ്. നമ്മുടെ എയർ ഇന്ത്യയിലും സിമിലർ ഫാബ്രിക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഈ സാധനമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ പരിപാടിയൊക്കെ പറ്റും. പിന്നെ മൊത്തത്തിൽ നല്ലൊരു പ്രീമിയം കളർ ടോണാണ്. ഇത് നല്ല അടിപൊളി കളറല്ലേ. നല്ല കളർ ടോൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടൻ്റെ ഫ്ലാഗ് കാരിയർ ബ്രിട്ടീഷ് എയർവേസ് ആണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ വെർജിൻ അറ്റ്ലാന്റിക്കും ബ്രിട്ടൻ്റെ ഫ്ലാഗ് കാരിയറാണ്. ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് കാരിയറിനെ ആ രാജ്യത്തിൻ്റെ ഫ്ലാഗ് അതേപോലെ അവിടെ മുമ്പിൽ എഴുതിയിട്ട് ഫ്ലാഗ് കാരിയറിന് എഴുതാൻ പറ്റുള്ളൂ. സോ വെർജിൻ അറ്റ്ലാന്റിക്കും ബ്രിട്ടൻ്റെ ഫ്ലാഗ് കാരിയറാണ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നെ വേറെ കുറേ ആൾക്കാർ എന്നെ വിമർശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ വിമാനത്തിലിരുന്ന് അലറി വിളിച്ച് വ്ളോഗ് ചെയ്യുമെന്ന്. ഗൈസ്, ഞാൻ അലറി വിളിച്ച് വ്ളോഗ് ചെയ്യുന്ന ആളാണോ? നിങ്ങൾ പറ. ഗൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും കിടന്ന് നല്ല വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം തന്നെ എൻ്റെ ഇപ്പുറത്ത് ആരുമില്ല. ഞാൻ ബിസിനസ് ക്ലാസ്സിലിരുന്ന് യാത്ര ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴത്തേക്കിന് എനിക്ക് മൈക്ക് ഉണ്ടാവും. ആ മൈക്കിൽ ഞാൻ വളരെ പതുക്കെ സംസാരിച്ചാൽ മതി, ക്യാപ്ചർ ചെയ്യും. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മുമ്പിലോ പുറകിലോ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും കേൾക്കൂല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയ്ക്ക് അത്രയും നല്ല വോയിസ് ക്വാളിറ്റി ഉണ്ട്. വോയിസ് എന്താ പറയുക, കേൾക്കാനുള്ള സ്ഥലം ഇതുണ്ട്. ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നതും വീഡിയോ എടുക്കുന്നതും.
ഇനി ഞാൻ വിമാനത്തിൽ കിടന്ന് അലച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള യാത്രക്കാരൻ കംപ്ലൈൻറ്റ് ചെയ്യില്ലേ, അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് വന്ന് എൻ്റെ ഡീൽ ചെയ്യില്ലേ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ എവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിക്ക് അത്യാവശ്യം സ്ഥലകാല ബോധമുള്ള മനുഷ്യനാണ്. ഞാൻ അത്തരത്തിലേ വ്ളോഗ് ചെയ്യാറുള്ളൂ. ഇതെന്തോന്നടേ, സൂപ്പർ സ്റ്റാർ രജനീകാന്തോ? പക്ഷെ എൻ്റെ അമ്മോ, ഇത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള മറ്റേ വീഡിയോ ആണ് കാണിക്കുന്നത്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ വീഡിയോ. അത് കൊള്ളാമല്ലേ? മ്യൂസിയൊക്കെ വെച്ച് എന്തൊക്കെയോ പരിപാടികൾ. നല്ല മ്യൂസിക്കും അതിന് മാച്ച് ആവുന്ന മ്യൂസിക്കും. പേര് മഴയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ ഈ എയർബസ് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ശബ്ദം വളരെ കുറവാണ്. ശ്രദ്ധിച്ചോ? പ്രത്യേകിച്ച് 350-ലും 330-ലും ഒക്കെ നല്ലതാണ്. നല്ല കാര്യമല്ലേ? സൗണ്ട് വളരെ കുറവാണ്. ഭയങ്കര ക്ലൗഡിയാണ്. ഇതുവരെ ആകാശം മര്യാദയ്ക്ക് കാണാനോ അല്ലെങ്കിൽ താഴെ കടൽ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. ആകപ്പാട് 25 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് കാര്യമായിട്ട് പൊങ്ങത്തുമില്ല. ഇവിടെ മഴയാണെന്ന് തോന്നുന്നു. പുറത്ത് വെള്ളം ചാടി പോകുന്ന കണ്ടോ? ഫുള്ള് ക്ലൗഡിയാണ്. ഈ ഫ്ലൈറ്റ് കൊള്ളാം, എയർക്രാഫ്റ്റ് കൊള്ളാം. പക്ഷേ എയർക്രാഫ്റ്റ് ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. ഇവർ ഒട്ടും ക്ലീൻ ചെയ്തിട്ടില്ല. ആളിറങ്ങിപ്പോയിട്ട് ഇതിൻ്റെ അടിയിലൊക്കെ പൊടിയും മണ്ണും ഒക്കെയാണ്. താങ്ക് യു. ബിസ്ക്കറ്റും വെള്ളവും തന്നു കേട്ടോ. 25 മിനിറ്റ് ഉള്ള ഫ്ലൈറ്റിൽ ഇത് കണ്ടോ, നമ്മൾ ബ്രിഡ്ജ് ടൗണിൽ നിന്ന് കിങ്സ് ടൗണിലേക്ക്. ഇതാണ് കരീബിയൻ രാജ്യങ്ങൾ ഈ കാണുന്ന ഈ ലൈനിൽ കിടക്കുന്നത്. ഇതിൽ ബാർബഡോസ് ആണ് കുറച്ച് മാറി കിടക്കുന്നത്. ബാർബഡോസിൽ നിന്ന് നമ്മൾ ഇപ്പം നമ്മൾ കിങ്സ് ടൗൺ ഇറങ്ങുന്നു. അവിടെ നിന്ന് നമ്മൾ ഈ സ്ഥലത്ത് പോകും, ഗ്രനാഡ പോകും. ഇനി അവിടെ നിന്ന് നമ്മൾ ട്രിൻഡാഡ് പോകും. ഇത് മൊത്തത്തിൽ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ്. ഇവിടുത്തെ ഈ കണ്ട രാജ്യങ്ങളൊക്കെയാണ് നമ്മൾ കറങ്ങിയത്. ഇപ്പം ലാൻഡ് ഇറങ്ങിയപ്പോഴാണ് കടൽ കണ്ടത്. ദൈവമേ, ഇവിടെ മൊത്തം മഴ കേട്ടോ. എൻ്റെ ദൈവം, ഇത് ലാൻഡ് ചെയ്ത് പോകുന്ന കണ്ടോ? എൻ്റെ അമ്മോ, അയ്യോ. ആടിയാ ലാൻഡ് സംഭവിക്കുന്നേ. അയ്യോ എന്റെ പൊന്നെ, ഇത് ചരിഞ്ഞു മറിഞ്ഞൊക്കെയാ ലാൻഡ് ചെയ്തത് കേട്ടോ. ഇതിനകത്തുനിന്ന് കുറെ സൗണ്ടൊക്കെ കേട്ട്, എന്തൊക്കെയോ കുറെ സൗണ്ടൊക്കെ കേട്ട്. എന്റെ ദൈവമേ, ഭയങ്കര ലാൻഡിങ് ആയിരുന്നു. ഹൊറിബിളായിരുന്നു. മഴയല്ലേ, കാറ്റല്ലേ. ഇവിടെ റൺവേക്ക് മറ്റേ ടാക്സി വേ ഒന്നുമില്ല. റൺവേയിൽ തന്നെ വിമാനം ഇറക്കി അങ്ങേ അറ്റത്ത് കൊണ്ടുപോയി കറക്കി തിരിച്ച് കൊണ്ടുപോകണം. അവർ ഈ ഫ്ലൈറ്റ് ഒന്നും ക്ലീൻ ചെയ്തില്ല കേട്ടോ. ഈ സീറ്റൊക്കെ കണ്ടോ നോക്കി. നമ്മൾ പറയും ഇന്ത്യക്കാരാണ് ഇത്രയും കച്ചറയാക്കുന്നതെന്ന്. UK കാർ മോശമൊന്നുമില്ല. അതിൻ്റെ സീറ്റൊക്കെ കണ്ടോ കിടക്കുന്നത്? നേരത്തെ ട്രാവലേഴ്സിൻ്റെ പരിപാടികളാണ്. അതുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ? മൊത്തം അലമ്പായി കിടക്കുന്നുണ്ടോ? എല്ലായിടത്തും അടിപൊളി, ഫുള്ള് കച്ചറാണ്. ഇതാണ് ഇവരുടെ പ്രീമിയം എക്കോണമി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സാധനം. ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ചാടിപ്പോയി ഗെയ്സ്. സെയിൻറ്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രനഡൈൻസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ബാറൊക്കെ ഉണ്ട് കേട്ടോ. താങ്ക് യു. ബൈ. അടിപൊളി, കൊള്ളാം. ആദ്യമായിട്ട് ഒരു കരീബിയൻ രാജ്യത്ത് എയറോ ബ്രിഡ്ജിലൂടെയൊക്കെ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ നമ്മുടെ 88ാമത്തെ രാജ്യം സെയിൻറ്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രനഡൈൻസ്. അങ്ങനെ വെൽക്കം ടു ദ സെയിൻറ്റ് വിൻസെൻ്റ് ആൻഡ് ദ ഗ്രനഡൈൻസ്. അങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ പേര്, സെയിൻറ്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രനഡൈൻസ് എന്ന് പറഞ്ഞിട്ട്. ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഒരു മാപ്പൊക്കെ തന്നു, സെയിൻറ്റ് വിൻസെൻ്റിൻ്റെ മാപ്പ്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു വോൾക്കാനിക് മൗണ്ടൻ ഉണ്ട്. അവിടേക്ക് അത്യാവശ്യം നല്ലൊരു ട്രക്കുണ്ട്. അപ്പോൾ ആ ഒരു ട്രക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം അതായിരുന്നു. പക്ഷേ വെതർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നടക്കുകയല്ല. കാരണം അത് കുറച്ച് ഹാർഡ് ട്രക്കാണ്, കുറച്ച് കിഡിലൻ സ്പോട്ടാണത്. അവിടെ ചുമ്മാ പോകാൻ പറ്റത്തില്ല. ഒരു 3-4 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ഫുൾ ഡേ വേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെതർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. സോ ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയുടെ പേര് കിങ്സ് ടൗൺ എന്നാണ്. നമ്മൾ ബാർബഡോസിൻ്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേര് ബ്രിഡ്ജ് ടൗൺ എന്നായിരുന്നു. മൊത്തത്തിൽ ടൗണുകളാണ്. കൺഫ്യൂസ്ഡ് ആണ് കേസ് എങ്ങനെയാണ് ഏതാണെന്നുള്ളത്. സോ ഇങ്ങനെ കുറേ ചെറിയ ദ്വീപുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇവരുടെ ഭാഗമായിട്ട് നിയർ ബൈ ബെക്യുയ, പിന്നെ മുസ്തീഖ്, കെൻവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച്, പിന്നെ ടുബാഗോ കേസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഐലൻഡുകൾ ഇതിന് സമീപത്തായിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ പുറത്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ അവേസ് കാർ റെൻ്റലുണ്ട്. പിന്നെ ഇവിടെ വേറെ കുറേ കാർ റെൻ്റൽ കമ്പനികളൊക്കെ ഉണ്ട്. ഞാൻ കാർ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ നാളത്തേക്കാണ് ഞാൻ കാർ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നത്തേക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും $100 എക്സ്ട്രാ ആവും. അത് ഭയങ്കര നഷ്ടമാണ്. സോ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് എങ്ങനെയാ ഇവിടെ ടാക്സിയും കൊണ്ടുവന്ന് കാണുന്നില്ലല്ലോ. ഹൗസ് ഇറ്റ് ഹിയർ? അയ്യോ, ഇവിടെ മഴയാണ് പുറത്ത്. സോ എങ്ങനെ പരിപാടി നോക്കട്ടെ.
എന്തെങ്കിലും പരിപാടികൾ കിട്ടുമോ. എനിക്ക് കിങ്സ് ടൗണിലേക്കാണ് പോകേണ്ടത്. സോ ലെറ്റ് മീ സീ ഇഫ് ഐ ഗെറ്റ് സംതിങ് ഫ്രം ഹിയർ. ഒരു കുന്തവും കാണുന്നില്ല, ഒരു കുന്തവും കാണുന്നില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല, ഒരു മനുഷ്യനെയും കാണുന്നില്ല. എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി? അയ്യോ, ആരുമില്ല ഗൈസ്. ഹായ്, wanna go to Kingston? Yeah, hi. Where? I want to go to Kingston. Planting. So I'm gonna plant in. I tell him his spidey sense tingling. Sorry? Hold on. This you? No, I'm not. That's not me. That's not me. Yeah, hi. I want to go to Kingston. So how much does it cost? You go to the ferry? 100. You go to the ferry? No, I'm not going to the. Sorry. Where you going? I go to my booked an Airbnb, so that's in Kingston itself. It's very close to the ferry terminal. Yeah. What's the name? It's called Pitaya Suites, New Montrose. Montrose? Yeah. You know. You have a number? Yeah, I have a number. I know the Where location. you going? Yeah, I know where I'm going. Yeah. So, how much it's gonna cost? 120. 120. Yeah, easy. Easy. Oh, so is there a shared taxi or something? No. No. Yeah, that's No shared taxi here. I have to pay that myself. Yeah. Oh, really? Jump. Okay. Let me see. Wait. Let me see if I have that much of cash with me. കൊല്ലം റേറ്റ് ആണല്ലോ. 120 is like. You're not ready, right? No, I'll come back. Yeah, thank you. അയ്യോ, ഇതിലും ഭേദം ഞാനിവിടെ അകത്തുനിന്ന് കാർ എടുക്കുന്നതാണ്. കാരണം ഞാനിവിടെ നിന്ന് പോകണമെങ്കിൽ തന്നെ $40 ആവും. അപ്പോൾ തിരിച്ച് വീണ്ടും നാളെ ഇങ്ങോട്ട് വരണമെങ്കിൽ $80. അതിലും ഭേദം ഞാൻ $100 കൊടുത്ത് ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നത്. കൊല്ലണ റേറ്റല്ല. എന്തൊരവസ്ഥയാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി അറിയത്തില്ല. അതാ പ്രശ്നം. $232 എന്ന് പറയുമ്പോൾ 20,000 രൂപയായി. 20,000 രൂപ വണ്ടിക്ക് മാത്രം. താമസത്തിന് ഒരു 15,000. എൻ്റെ പൊന്നും, കൊല്ലണ റേറ്റ് ആയിപ്പോയി കേട്ടോ. ഞാൻ വണ്ടി എടുത്തു പോയി. കാരണം ഈ 2.5 ദിവസം എന്നൊക്കെ പറയുമ്പോൾ 3 ദിവസത്തെ റേറ്റ് വാങ്ങിക്കും ഇവന്മാർ. എല്ലാം കൂടെ ഏകദേശം 23,000 രൂപയായി. 23,000 ഇന്ത്യൻ രൂപ. അങ്ങനെ നിൽക്കി വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ തൊട്ട പൈസയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാ? അതൊക്കെ നമ്മുടെ തായ്ലൻഡ്, മലേഷ്യ, ഈ കംബോഡിയ, ലാവോസ്, ചൈന എന്ത് ചീപ്പാന്നറിയോ, എന്ത് ലാഭം അറിയാം. നമ്മൾ ഏഷ്യൻ കൺട്രീസ്, നിങ്ങൾ ട്രിപ്പ് പോകണമെങ്കിൽ ഏഷ്യൻ കൺട്രീസ് എന്ത് രസമാണ്. ചെറിയ പൈസക്ക് ട്രിപ്പ് അടിക്കാം. ഇത് ഒരു സ്ഥലത്ത് പോയിട്ട് ടൗണിലേക്ക് പോകാനായിട്ട് ടാക്സി വിളിച്ചപ്പോൾ $40, തിരിച്ചു വരാൻ വീണ്ടും $40. ഇതാണോ എൻ്റെ വേണ്ടി? അല്ല. അപ്പോൾ US ഡോളറാണ്. അപ്പോൾ തന്നെ എത്ര രൂപയായി? ഇവിടെ നിന്ന് 15 കിലോമീറ്റർ പോകാൻ 4,000 രൂപയെന്നേ. പക്ഷേ അതിലും ഭേദം ടാക്സ് റെൻ്റക്കാർ എടുക്കുന്നതാണ്. മഴയാണ്, അതും ശോകമാണ്. മൊത്തത്തിൽ ആടപടലം പറയുന്നില്ല. സോ ഇതാണ് എയർപോർട്ടിൻ്റെ പേര്, ആർഗൈൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആർഗിൽ ആണെന്ന് തോന്നുന്നു, ആർഗിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെയും ഇവരുടെ ആ ഒരു സിറ്റി സെൻറ്ററിൽ നിന്ന് കുറേ ദൂരം മാറിയാണ് എയർപോർട്ട് ഇരിക്കുന്നത്. എയർപോർട്ടിന് മുമ്പിലെല്ലാം ഇവരുടെ ഫ്ലാഗ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഫ്ലാഗാണ്. സെയിൻറ്റ് വിൻസെൻറ്റ് ആൻഡ് ഗ്രനഡൈൻസ് എന്നാണ് ഈ രാജ്യത്തിൻ്റെ പേര്. ഇവിടുത്തെ പോലീസ് എയർപോർട്ടിന് മുമ്പിൽ തന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ മുമ്പിൽ അപ്പുറത്ത് മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട്. അവിടെ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണിടിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നത്. ഇതാണ് എൻ്റെ വണ്ടി, ടൊയോട്ട ഏതോ ഒരു വണ്ടി ഗൈസ്. സോ ഇറ്റ്സ് ഗോണ ബി മൈ കാർ. All good? Of the parking lot there. When you return in click up here, so. So I have to park there and I have to drop the key here to you or in your office. If no one is there, you just drop the key over the counter. Which counter? Here? Yeah. Okay. Fine. Yeah, thank you. എന്തൊക്കെയാണോ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ഭാഷ എൻ്റയർലി ഡിഫറെൻറ്റാണ്. അതായത് ഇവരുടെ ഡയലക്റ്റ് ഭയങ്കര പാടാണ് മനസ്സിലാക്കാനായിട്ട്. പാട്ട് പാടുന്ന പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. അതാണ് പ്രശ്നം. അതായത് ഭയങ്കര പാടാണ്. ഇനി അങ്ങോട്ട് ഇംഗ്ലീഷൊക്കെ മനസ്സിലാക്കാനും പാടാം. ഇനി അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്ന രാജ്യങ്ങൾ ഇതിനപ്പുറത്തെ ദുരിതം പിടിച്ച സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ഇത് വണ്ടി കണ്ടില്ലേ, ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണോ? ഇത് എന്താ സംഭവം? ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് എനിക്ക് ആണെന്ന് തോന്നുന്നു. എക്സ്ട്രാ ഫിറ്റിംഗ്, ഇത് വണ്ടിക്കകത്തുള്ള സാധനമല്ല. എന്നാലും ഇതിനകത്ത് മാപ്പ് കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഫോണ്, ഓക്സ്, ബ്ലൂടൂത്ത്, അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. 74,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ടൊയോട്ട അല്ലേ, പിന്നെ കിടന്ന് ഓടിക്കോളും, പ്രശ്നമൊന്നുമില്ല. സോ ദിസ് ഈസ് എന്താണിത്? ഏതൊരു സുഖമില്ലല്ലോ പിടിക്കാനായിട്ട്. അയ്യേ, കോല് പോലെ ഉണ്ടല്ലേ, ഇറുക്കിൽ കോല് പോലത്തെ ഗിയർ ബോക്സ്. നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഓരോ രാജ്യത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാവും. ഈ ഐലൻഡുകളെന്ന് പറയുന്നത് എപ്പോഴും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, മനസ്സിലായില്ലേ? നല്ല എക്സ്പെൻസീവ് ആണ് ഐലൻഡ്സ്, എപ്പോഴും അങ്ങനെയാണ്. ഇതെന്താ, ഏത് വഴിയൊക്കെയാണോ പോകാൻ പറയുന്നത് എനിക്കറിയത്തില്ല. മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് എങ്ങനെയൊക്കെയോ, ഇതിങ്ങനെ അല്ലല്ലോ പറയുന്നത്.
ഇത് എന്നോടൊക്കെ കൊണ്ടുപോകണം. ഇതെൻ്റെ വണ്ടി. ഈ കാണുന്നത് ഇവിടുത്തെ ATC ടവറ്. പിന്നെ ഈ കാണുന്നതാണ് എയർപോർട്ട്. ഓ ഇത് പൊളിച്ചേ, അടിപൊളിയാണേ. കണ്ടോ, ഇത്രേ ഉള്ളൂ ഇവിടുത്തെ എയർപോർട്ട്. ഈ രാജ്യത്തിൻ്റെ എയർപോർട്ടാണ് കാണുന്നത്. നമ്മൾ വന്ന വിമാനം ജെറ്റ് ബ്ലൂ, അമേരിക്കൻ, അങ്ങനെ 3 വിമാനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ റൺവേ. നല്ല ക്ലൗഡിയാണ്, നല്ല മഴയാണ്, കാറ്റുണ്ട്. ഏത് സമയത്തും വെതർ മാറി എങ്ങനെ വേണം സംഭവിക്കാം. ഇത് കൊള്ളാമല്ലേ സംഭവം? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലൊക്കേഷൻ. നല്ല അടിപൊളി ലൊക്കേഷൻ. ഇവിടെ നിന്ന് ഇങ്ങനെ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ചെറിയ കുഞ്ഞ് എയർപോർട്ടാണ്, ഇവിടെ എല്ലാം ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ ആ ചെറിയ എയർപോർട്ടിൽ ഇപ്പം 3 വലിയ വിമാനങ്ങൾ, ഒരു 330, പിന്നെ ഒരു ബോയിങ്, പിന്നെ ജെറ്റ് ബ്ലൂവിൻ്റെ എയർബസ്, പിന്നെ ATR, പിന്നെ ബൊംബാർഡിയർ അല്ല മറ്റേ ഡിഹാവിലൻ കാനഡ. അത്രയും വിമാനങ്ങൾ കിടപ്പുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ വെൽക്കം ടു സെയിന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസ്. കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ വഴിയിൽ സന്തോഷം കണ്ടെത്തുക, അത്രേ ഉള്ളൂ. അല്ല, പൈസ 25,000 രൂപ ഈ വണ്ടിക്ക് കൂടുതലല്ലേ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അതാണ് പ്രശ്നം. ഇതിപ്പോ വെട്ടത്തിൽ ദിലീപ് പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് 25,000 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ കാര്യമുള്ളൂ. 25,000 ആകാൻ എന്താ കാരണം എന്നറിയാമോ? വണ്ടിക്ക് 21,000 മറ്റേ സാധാരണ വണ്ടിയുടെ റെന്റ് പ്ലസ് നമ്മൾ ഇതിന് ഇൻഷുറൻസ് എക്സ്ട്രാ എടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു മുട്ടൻ പണി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ വണ്ടി കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് ഒരഞ്ഞോ പിടിച്ചോ എന്തെങ്കിലും സംഭവിച്ചു, ഇല്ല നമ്മുടേതല്ലാത്ത കുറ്റത്താൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, വണ്ടിക്ക് എന്തെങ്കിലും ഇപ്പോൾ തട്ടോ മുട്ടോ ഒക്കെ പറ്റി കഴിഞ്ഞാൽ ഇപ്പം $1,000 വരെ നമ്മുടെ നിന്ന് ചാമ്പും. $1,500 വരെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അവരുടെ ഉണ്ടല്ലോ, സോ അവരത് ചാമ്പും. അപ്പോൾ അത് ചാമ്പി കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം. അതിലും ഭേദം ഇപ്പോൾ ഒരു $50-60 എക്സ്ട്രാ കൊടുക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കും. സോ ഓൾവേസ് ടേക്ക് എക്സ്ട്രാ ഇൻഷുറൻസ് wherever it is possible. ഈ നാട് കുന്നും മലയൊക്കെ ഉള്ള സ്ഥലമാണ് അത്യാവശ്യം. ഇതൊരു വോൾക്കാനിക് ഇറപ്റ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്. നമ്മൾ ഓരോ രാജ്യങ്ങളും മാറി മാറി പോകുമ്പോൾ നിങ്ങൾക്ക് ആ ദ്വീപുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിതിനു മുമ്പ് ഉണ്ടായിരുന്ന സെയിൻറ്റ് എന്താ പറയുക, ഇതിനു മുമ്പ് നമ്മൾ ബാർബഡോസ് അല്ലായിരുന്നു. യെസ്, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ബാർബഡോസ് എന്ന് പറഞ്ഞ രാജ്യം വോൾക്കാനിക് ഇറപ്ഷനിൽ ഉണ്ടായതല്ല. അത് നമ്മുടെ കോറൽസ് ഡെപ്പോസിറ്റഡ് ആയിട്ട് ഉണ്ടായ ഐലൻഡ് ആയിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ് വോൾക്കാനിക് ഇറപ്ഷനിൽ, അറ്റ്ലാന്റിക് ഓഷ്യനിൽ വോൾക്കാനിക് ഇറപ്ഷനിൽ ഉണ്ടായ ഒരു ദ്വീപ് രാഷ്ട്രമാണ് സെയിന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ സെയിന്റ് വിൻസെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ദ്വീപാണ് സെയിന്റ് വിൻസെന്റ്. പിന്നെ ഗ്രനഡൈൻസ് എന്ന് പറയുന്നത് ഇതിന് സമീപത്തുള്ള മറ്റൊരു ദ്വീപ്. അതായത് ഈ ദ്വീപുകളും കൂടെ ചേർന്നാണ് സെയിന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനഡൈൻസ് എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടായിരിക്കുന്നത്. സെയിന്റ് കിറ്റ്സ്, സെയിന്റ് വിൻസെന്റ്, ഗ്രനഡൈൻസ് എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകൾ കേട്ട് നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവല്ലേ? എനിക്ക് അതിനപ്പുറത്തെ കൺഫ്യൂഷനാണ്. ഓരോ ഐലൻഡുകളുടെയും പേരുകൾ തമ്മിൽ തന്നെ ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. ഇത് ഏത് ഐലൻഡ്, ഏതാ രാജ്യം, സെയിന്റ് ലൂഷ്യ ആണോ, സെയിന്റ് കിറ്റ്സ് ആണോ, സെയിന്റ് വിൻസെന്റ് ആണോ? മൊത്തത്തിൽ വണ്ടടിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. നമ്മൾ സെയിന്റ് ലൂഷ്യ പോയപ്പോഴത്തേക്കിനും അതാണ് വേറെ ലെവൽ സ്ഥലമായിരുന്നു. അത് ഫുൾ ടൂറിസ്റ്റിക്, അതേപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര വൈബുള്ള നല്ല യോട്ടുകളൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും, ബാർബഡോസ് വന്നപ്പോഴത്തേക്കിനും അത് വേറെ തന്നെ സ്ഥലം. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇതൊരു പട്ടിക്കാട്. എനിക്ക് ഡൊമിനിക്ക പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പട്ടിക്കാടാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് സോഫാർ. ബാക്കി എങ്ങനെയുള്ളത് നോക്കണം പോയിട്ട്. ഇവിടെ ഒരു സ്ഥലത്ത് ഒരു സംഭവം കണ്ട്. ഈ എന്നാ പരിപാടി നോക്കട്ടെ, എന്നാ നോക്കട്ടെ. Hey, what is this, man? It's a manicure. Huh? Possum. Huh? Possum. What? A possum. A possum? Yeah. What is that? Manicure. I don't know. I have no idea. No, I have no idea what is this. Bro, this eat good. Really? Yeah, Like we eat I was curious after seeing this, Oh, with you your were hand. That's why I curious. came back. Oh, yeah, we eat this down here. You eat it here? Yeah. It's very nice. Very nice. You know about iguana? Iguana, yeah? Yeah, we eat iguana, we eat this as well. What is the name of this? Can you spell it? A possum. Can you spell it? Why? Opossum? Let me try I didn't get that name. That's the right name for it. A possum. Opossum? It's a manicure. You have Manicure, YouTube? it's something- You have YouTube? Yeah, I have. Let me see. Oh, it's like a mannequin? No. Hold on. Oh, that's... Oh my God. Look at here. Oh, That is it. okay. A possum. Manicure. Opossum. Okay. Okay. Eat it. Oh my Can God. eat And really. Delicious. Yeah, man. See this guys. ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടാണ് ഇവരെ കണ്ടില്ല.
ആൻഡ് ദിസ് ഈസ് സംതിങ് ലൈക്ക് ഒപ്പാസം. മാനിക്യൂൻ പോലത്തെ ഒരു സാധനമാണ് ഒപ്പാസം എന്ന് പറയുന്നത്. ഇവരിത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. It's crazy. Nice to meet you guys. Bye. See you guys. എൻ്റെ പൊന്നെ, ആ സാധനം ഉണ്ടല്ലോ ഒപ്പാസം എന്നാണ് അതിനെ ആക്ച്വലി ഇംഗ്ലീഷിൽ പറയുന്നത്. എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു മൃഗത്തെ പറ്റിയേ. ഞാൻ ആദ്യം വിചാരിച്ച ഇവന്മാർ തൂക്കി വല്ല പൂച്ചയോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും ഞാൻ കരുതിയത്. അപ്പം അപ്പോഴാണ് മനസ്സിലായത് അതല്ല സാധനം, വേറെന്തോ സാധനമാണ്. ഞാൻ വണ്ടി തിരിച്ചു പോയിട്ടാണ് ഞാൻ ആക്ച്വലി ആ മരണത്തിൽ ആ വീഡിയോ എടുത്തത്. ഒപ്പാസം എന്ന് പറയുന്നത് ശരിക്കും ഈ ഓസ്ട്രേലിയയുടെ പുറത്ത് കാണുന്ന, ഓസ്ട്രേലിയൻ ഭൂഭാഗങ്ങൾക്ക് പുറത്ത് കാണുന്ന ഒരു ടൈപ്പ് ഒരു സഞ്ചി മൃഗമാണ്. അതായത് മറ്റേ കങ്കാരുവിൻ്റെ ഒക്കെ പോലെ തന്നെയുള്ള എന്തൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനമാണെന്ന് തോന്നുന്നു ഒപ്പാസം എന്ന് പറയുന്നത്. അതെന്തായാലും ഒരു ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു എനിക്കത്. ലൈക്ക് ഞാനത് കണ്ടിട്ട് അവന്മാരത് വിൽക്കാനാണ് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ആക്ച്വലി കണ്ടിട്ട് കിളി പോയി. ശരിക്കും നമ്മുടെ അമേരിക്കയിൽ ടെക്സാസിൻ്റെ ആ ഒരു ഭാഗം മുതൽ ലാപ്ലേറ്റ എന്ന് പറയുന്ന ഒരു ഭാഗം വരെയുള്ള ഒരു വൃക്ഷനിബിഡമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ബേസിക്കലി ഇതിനെ കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ഒരു എലിയുടെ ഒരു സാമ്യത ഉണ്ട് പല സമയത്ത്. എലിയുടെ ഒരു ആകാര സാമൃദ്യം, ഇതിനൊരു കൂർത്ത ടൈപ്പ് ഒരു മോന്തയാണ്. അതേപോലെ തന്നെ നീണ്ട് രോമരഹിതമായിട്ടുള്ള ചെവികളൊക്കെ ഇതിനുണ്ട്. ശരിക്കും ഒരു പ്രത്യേകതരം കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. ഇതിൻ്റെ മുഖമൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ക്യൂട്ടാണ്, മനസ്സിലായില്ലേ? ഈ ജനിച്ച ശേഷം ഇവരുടെ ഈ കുഞ്ഞുങ്ങളെ 5 or 6 ആഴ്ചകൾ വരെ ഇവരുടെ ദേഹത്തുള്ള സഞ്ചിക്കുള്ളിലിട്ട് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ടൈപ്പ് ഓഫ് ഓസ്ട്രേലിയയുടെ പുറം ഭാഗങ്ങളിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കാങ്കരു പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഈ കണ്ട ഈ ഒരു സംഭവം ഒപ്പോസം. പോകുന്ന വഴിക്ക് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ബാറാണ്. നോക്കി, ലോക്കൽ ബാറാണ്. നോ ലോയിറ്ററിങ്, നോ ബിസിനസ് ഏരിയ എന്നൊക്കെ, ബിസിനസ് ഏരിയ ആണ്, നോ ലോയിറ്ററിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? നല്ല അടിപൊളി സെറ്റപ്പാണ്. ഗ്യാസ് കുറ്റിയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതുണ്ടോ? നമ്മൾ ബാംഗ്ലൂരൊക്കെ ഇതേപോലെ, നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നല്ലേ ഇതുപോലെ, പക്ഷേ ഇങ്ങനത്തെ അത്രയും ചെറിയ കുറ്റിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എന്താന്ന് രാൻഡീസ് സൂപ്പർ മാർക്കറ്റ് എന്നാണോ എഴുതിയിരിക്കുന്നത്? രണ്ടീസ് സൂപ്പർ മാർക്കറ്റ്. ആൾക്കാർ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നു. ഇവിടെ എനിക്ക് എന്താ വേണ്ട ബാസ്ക്കറ്റ്. ഈ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ പോലും മറ്റേ പട്ടാളക്കാരനെ പോലുള്ള വേഷം ഇട്ടിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ നിൽപ്പുണ്ട്. നമുക്കിന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാം അല്ലേ? സോ ലെറ്റ് മീ സീ ഇഫ് ഐ ഗെറ്റ് സം വെജിറ്റബിൾസ്. നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട്, വെജിറ്റബിൾ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതാണ് വെജിറ്റബിൾ. ഇവിടെ സവാളയും കിഴങ്ങും മാത്രമേ ഉള്ളല്ലോ, ബാക്കിയെല്ലാം ഫ്രോസൺ ആണല്ലോ. തീർന്നാണോ? ചേമ്പല്ലേ ഇത്? ചേമ്പ് പിന്നെ പഴം. ഇതെന്താ സാധനം? കണ്ടിട്ട് പോർക്കാന്ന് തോന്നുന്നു. ഉണക്കമീൻ. ഈ ദ്വീപായിട്ട് ഇവിടെ ഉണക്കമീനേ ഉള്ളൂ. എല്ലാം ദരിദ്രമാണല്ലോ മൊത്തത്തിൽ കണ്ടിട്ട്. ഇതിന് $2.5 ഈ ഉണക്ക സവാളയ്ക്ക്. ഓ മൈ ഗോഡ്. ബാക്കിയെല്ലാം ഫ്രോസൺ ആയിരിക്കുന്നത്. ഇത് റേഷൻ കട പോലെ ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് സെറ്റപ്പ്. പിന്നെ കുറച്ച് ധാന്യങ്ങൾ, അരി, നമ്മുടെ ബ്രൗൺ റൈസ് അല്ലേ, നമ്മളെ എന്താ പറയുക പുഴുക്കല്ലരി പോലത്തെ സാധനം, അതൊക്കെ കിട്ടും ഇവിടെ. ബ്രൗൺ റൈസ്, പിന്നെ എന്തൊക്കെയോ കുറേ പൊടികൾ. ഇത് കൊണ്ടുപോയിട്ട് ഞാൻ എന്നാ ഉണ്ടാക്കാനായി? പയറൊക്കെ കൊണ്ടുപോയിട്ട് ഇത് മറ്റേ കിഡ്നി ബീൻസ് ഇത് പുഴുങ്ങിയിട്ട് തന്നെ ചെയ്യും. അവിടെ സവാള മാത്രമേ ഉള്ളൂ, ഈ തക്കാളി പോലും ഇല്ല. എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് സവാള മാത്രം വാങ്ങിച്ചിട്ട്, ഇപ്പം അല്ലേ പിന്നെ മുട്ട വാങ്ങിച്ച് സവാളയും വാങ്ങിച്ചിട്ട് നമുക്ക് നല്ല ഐഡിയ ആണല്ലേ. മുട്ടയും സവാളയും വാങ്ങിച്ചിട്ട് എഗ് ബുർജിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാം. നോക്കട്ടെ, എനിക്കിന്ന് എന്തോ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ ഒരു മൂഡ്. എനിക്ക് വേറൊരു സൂപ്പർ മാർക്കറ്റ് കിട്ടി, മാസി. ഇവിടെ എല്ലാം കിട്ടും. ഞാൻ നേരത്തെ കയറി കടയുടെ പ്രശ്നമായിരുന്നു. ഇവിടെ എല്ലാം കിട്ടൂല കേട്ടോ. ഇവിടെയും തക്കാളി ഇല്ല, എല്ലാം കാലി. ഇതെന്താണ് ഈ രാജ്യത്ത് വരൾച്ചയാണോ? പക്ഷെ എൻ്റെ അമ്മേ, സവാളയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, തക്കാളി എന്താ ഇല്ലാത്ത? വേറെ തക്കാളി. ആ മൈ ഗോഡ്, അത് ഭയങ്കര മോശമായി പോയി കേട്ടോ. ചേടാ, ഇതെന്തോന്ന് രാജ്യമാണ് ഇത്? ഇതെന്താ സാധനം? ഇത് തക്കാളിയാണോ? അല്ലല്ലോ, ഇത് റാഡിഷസ്. ദരിദ്രം പിടിച്ച സ്ഥലം കേട്ടോ. ഇവിടെ മൊത്തം ഫ്രോസൺ മാത്രമേ ഉള്ളൂ. പച്ചക്കറി പോലും ഒരു സാധനം. ഇനി സൺഡേ ആയതുകൊണ്ടാണ് കിട്ടാത്ത, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഫ്രോസൺ ഐറ്റം ഇഷ്ടം പോലെ ഉണ്ട്. മീറ്റ് പോലും, ഇറച്ചിയും ഫിഷും എല്ലാം ഫ്രോസൺ മാത്രം. എന്തോന്നടേ ഇത്? പിന്നെ ഇതുപോലത്തെ കുറേ ക്യാൻഡ് ഫുഡ്. ഇത് എനിക്ക് ക്യൂബ പോയപ്പോൾ ഉള്ളൊരു ഓർമ്മയാണ് ഇവിടെ കാണുമ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലാവുന്നത്. ക്യൂബയിൽ ഞാൻ പോയപ്പോൾ ഇങ്ങനെയായിരുന്നു. കുക്കുംബർ ഇരിക്കുന്നത് കണ്ടോ? ഉണങ്ങിപ്പഴുത്ത കുക്കുംബർ, ഉണങ്ങിയിരിക്കുന്ന അതായത് വാടിയിരിക്കുന്ന കുക്കുംബർ. വഴുതനങ്ങയുടെ ഒക്കെ അവസ്ഥ നമുക്ക്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് എന്നാ ദാരിദ്ര്യമാണ് പറയണ്ടേ? ഒരു സാധനമില്ല. ഞാൻ അവസാനം ഒരു കുപ്പി വെള്ളം, പിന്നെ ഇതെന്താ സാധനം? കറി പൗഡർ, മദ്രാസ് സ്റ്റൈൽ എന്നും പറഞ്ഞിട്ട് സാധനം. മുളക് പൊടി പോലും കാണുന്നില്ല. പിന്നെ ഒരു 6 മുട്ട വാങ്ങിച്ച്, പിന്നെ 2 സവാള എടുക്കാം. അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ?
ഈ സൂപ്പർ മാർക്കറ്റ് അടച്ചു കേട്ടാ. എല്ലാവരും നേരത്തെ അടയ്ക്കുന്ന അകത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ഒരു പുച്ഛഭാവമാണ് എല്ലാവർക്കും. അതായത് എന്താണെന്നറിയില്ല, ആർക്കും ഒന്നും വയ്യ. അതാണ് സംഭവം, മനസ്സിലായില്ലേ? നോ അവൻ എന്താണോ ചോദിച്ചാൽ ആർക്കറിയാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ പഴം എന്താ ഉപ്പേരി പോലത്തെ ഒരു സാധനം. അത് കണ്ടില്ല എനിക്ക്, ഉപ്പേരി അല്ല, നമ്മുടെ കായ വറുത്തതില്ലേ, കായ വറക്കുന്ന പോലത്തെ ഒരു സാധനം. എന്താ ഞായറാഴ്ച ഇത്രയും വിജനമായിരിക്കും ഈ സ്ഥലമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചല്ലേ. ഇത് ഞായറാഴ്ച ആയിട്ടാണോ ഇങ്ങനെ, അതോ ഇത് വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല.